കർത്താവിന് മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവമക്കൾക്കല്ലാതെ ജീസസ് എവരിഡേ എന്ന ഈ യേശുവിൻ്റെ പ്രോഗ്രാം കാണാൻ കഴിയില്ല. ഇത് ദൈവത്തിൻ്റെ പ്ലാനാണ്. നിങ്ങളിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിന് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ ലോകസ്ഥാപനത്തിന് മുന്നമേ ഉള്ള ഒരു പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഇന്നൊന്നും ആരംഭിച്ചതല്ല. ദൈവത്തിന് നിങ്ങളെ വേണം. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന വലിയ പദ്ധതി പോലെ, ദൈവത്തിൻ്റെ വലിയ വിചാരങ്ങൾ പോലെ നിങ്ങളെക്കുറിച്ച് ദൈവം വലിയ കാര്യങ്ങൾ വിഭാവന ചെയ്ത് കഴിഞ്ഞു. വേദപുസ്തകം അത് പറയുന്നു. നിങ്ങളെക്കുറിച്ച് ഞാൻ വിചാരപ്പെടുന്ന ദൈവമാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടേണ്ട. ഈ ഒരു വാക്കാണ് വേദപുസ്തകത്തിൽ നമുക്ക് കിട്ടുന്നത്. നാം നമുക്ക് വേണ്ടി വിചാരപ്പെട്ടത് കൊണ്ടോ കരുതിയത് കൊണ്ടോ നമ്മൾ എന്നും ഒന്നുമില്ലാത്തവരെ പോലെ തന്നെയായിരിക്കും. എന്നാൽ ദൈവം നമുക്കായി കരുതിയാൽ അവൻ്റെ ധനത്തിനൊത്തവണ്ണം സമാധാനം, സ്വസ്ഥത എല്ലാം കൊണ്ട് നാം നിറയും. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യേശുവിലേക്ക് തിരിയാം. ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് ഒത്തിരി പേര് അവരുടെ സ്വപ്രയത്നത്തിൽ പരിശ്രമിച്ച് പരാജയപ്പെട്ട ചരിത്രം അറിയാവുന്ന നമ്മളാണ്. ഇതെല്ലാം നമുക്ക് മുൻപിൽ ഒരു ഉദാഹരണമാണ്. സ്വയമായി കഷ്ടപ്പെട്ട് പരാജയപ്പെട്ട ഒരു സമൂഹത്തിൽ നാം നമ്മുടെ വിശ്വാസത്തെ ദൈവത്തിൽ അർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ എല്ലാവിധ സ്രോതസ്സുകൾ ആസ്വദിക്കുവാൻ ദൈവം നമ്മെ വെച്ചിരിക്കുന്നു. ഇത് നമുക്ക് വിശ്വസിക്കാം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഒരു ബലം പകരുന്നതും നമ്മെ പുതുക്കുന്നതുമായിരിക്കും. എത്രയോ കുടുംബങ്ങൾ ഈ പ്രാർത്ഥനകൾ മുഖാന്തരം അഭിവൃദ്ധിപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേൾക്കുന്നത് വിശ്വാസത്തിൻ്റെ കാര്യങ്ങളാണ്. നമ്മുടെ വിശ്വാസത്തെ തൊട്ടുണർത്തുന്ന ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ ഈ രാവിലെയുള്ള എപ്പിസോഡിൽ അരമണിക്കൂറിനുള്ളിൽ കേട്ടിരിക്കും. അതിനകത്ത് ഏതെങ്കിലും ഒരു സമയം ദൈവത്തിൻ്റെ വചനം ഒരു ഇടിമിന്നൽ പോലെ നിങ്ങളെ തൊട്ടിരിക്കും. അത് നിങ്ങൾക്ക് സൗഖ്യമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തിരിക്കുന്ന ഒരു ഭാഗമായിരിക്കും. ഒത്തിരി പേര് ഞങ്ങളെ വിളിക്കാറുണ്ട്. ഈ വചനങ്ങൾ അവരുടെ ജീവിതത്തെ തൊട്ടു എന്ന് പറയാറുണ്ട്. വീണ്ടും വീണ്ടും കിട്ടുന്ന പ്രചോദനമാണ് വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുക്കൽ ഈ മീഡിയയിലൂടെ എത്തിച്ചേരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നത്. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് യേശു കർത്താവിനെ പാടി ആരാധിക്കാം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ.
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരത്ത് അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരത്ത് അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തേണമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്ക് സഹായകനും രാക്കാല ഗീതവും അവൻ. രോഗശയ്യയിലെനിക്ക് സഹായകനും രാക്കാല ഗീതവും അവൻ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ എടുത്തിരിക്കുന്ന വേദഭാഗം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. എന്ത്? നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ ദൈവം നമ്മെ സ്നേഹിച്ചു, അല്ലെങ്കിൽ പുത്രനെ തന്ന്, വലിയ സ്നേഹം തന്ന് അവൻ നമ്മെ ദൈവ മക്കളാക്കി മാറ്റി. ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മെ ദൈവമക്കളാക്കിയത്. ഒന്നുകൂടി പറഞ്ഞാൽ, ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്കത് തുടക്കത്തിൽ കാണാം. ആദാം ദൈവത്തിൻ്റെ മകൻ. മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മക്കളായിട്ടാണ്. പാപം അവരെ മനുഷ്യരാക്കി മാറ്റി. നീ മനുഷ്യനാണ്, നീ പൊടിയാണ്, പൊടിയിലേക്ക് ചേരും. 1-ാം അധ്യായം 2-ാം അധ്യായം വായിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ മകനാണ്. ദൈവത്തിൻ്റെ സാദൃശ്യം, അതാണ് മകൻ എന്ന് പറഞ്ഞാൽ സാദൃശ്യം. അപ്പനെ പോലെ ഇരിക്കുന്നു, അമ്മയെ പോലെ ഇരിക്കുന്നു. ഇത് കേൾക്കുന്ന അപ്പനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ചില വീട്ടിൽ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഞാൻ അവരോട് പറയും, അതേ അപ്പൻ്റെ അതേ ചെവി, അമ്മയുടെ അതേ മൂക്ക്. അപ്പോഴാണ് വല്യപ്പൻ അവിടെ വെക്കണം. ആ വല്യപ്പൻ്റെ അതേ കാലാണ്. ഇപ്പം വല്യമ്മയ്ക്ക് എന്ത് കൊടുക്കും? വല്യമ്മയുടെ അതേ പല്ലാണെന്ന് പറയാൻ ഈ കൊച്ചിന് പല്ലില്ല. എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കും, അല്ലെങ്കിൽ വല്യമ്മ അതിൽ വിഷമിക്കും. സാദൃശ്യം എന്നുള്ളത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ്. എന്നെ പോലെ തന്നെ എൻ്റെ കുഞ്ഞിരിക്കുന്നു. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് വലിയ സ്നേഹം തന്നു. എന്തിന്? നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ.
അതായത് ദൈവത്തിൻ്റെ അതേ സ്വരൂപത്തിലേക്ക് നാം അനുരൂപപ്പെടാൻ ഒരു വലിയ വീണ്ടെടുപ്പ് നടത്തി. അതാണ് കാൽവരി ക്രൂശിൽ നടന്നത്. പത്രോസ് അതിനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന്, വെള്ളി മുതലായ താൽക്കാലികമായി അഴിഞ്ഞു പോകുന്ന, കത്തിത്തീരുന്ന, ഭൂമിയോടെ തീർന്നു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഒരിക്കൽ ദൈവത്തിൻ്റെതായിരുന്നു, ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു, വീണ്ടും ദൈവം വില കൊടുത്ത് നമ്മെ മടക്കിയെടുത്തു. ടി അബ്രഹാം എന്ന ഒരു ദൈവദാസൻ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു കൊച്ചുകുട്ടിയുടെ കളിവഞ്ചിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സദസ്സിലിരുന്നവരെല്ലാം കരഞ്ഞു. അതൊരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നു. അദ്ദേഹം അത് പറഞ്ഞു. ഒരു കൊച്ചുകുട്ടി അവൻ്റെ അവധിക്കാലം മുഴുവനും ചെലവാക്കി മരത്തിൽ കൊത്തി 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 ഒരു കളിവഞ്ചി ഉണ്ടാക്കി. ആ കളിവഞ്ചി മഴക്കാലത്ത് പൊങ്ങി വരുന്ന വെള്ളത്തിൽ അവൻ ഇങ്ങനെ ഒഴുക്കി വീട്ടുമുറ്റത്ത് ഒഴുക്കി വിടും. ഒരു ദിവസം വെള്ളം പൊങ്ങി ഒഴുക്ക് കൂടിയപ്പോൾ അവൻ്റെ കളിവഞ്ചി വളരെ വേഗത്തിൽ ഒഴുകി അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അവൻ വളരെയധികം കരഞ്ഞു. അവൻ ആ കളിവഞ്ചി അന്വേഷിച്ചിട്ട് എങ്ങും കിട്ടിയില്ല. എന്നാൽ നാളുകൾക്ക് ശേഷം അവൻ അവൻ്റെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ കളിവഞ്ചി ഒരു കടയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച അവൻ കണ്ടു. അവൻ ഓടിച്ചെന്നു, ആ കടയിൽ നോക്കി, കളിവഞ്ചിയെ സൂക്ഷിച്ചു നോക്കി. അവൻ്റെ കൈ കൊണ്ട് തന്നെ നാളുകൾ കൊണ്ട് കൊത്തി 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 ഉണ്ടാക്കിയ കളിവഞ്ചി. ആ കളിവഞ്ചിയിൽ മുഴുവനും അവൻ്റെ കരസ്പർശനമാണ്. ആ കളിവഞ്ചിയുടെ കൂടെ അവൻ ദിവസങ്ങൾ ചെലവഴിച്ചതാണ്. അവൻ ആ കണ്ണാടിയിലൂടെ നോക്കി, അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഓടി ആ കടയിലേക്ക് ചെന്നു. കടക്കാരനോട് പറഞ്ഞു. കടക്കാരൻ പറഞ്ഞു, എവിടെ ഓടുന്നു? എൻ്റെ കളിവഞ്ചിയാണ്, അവിടെ നിൽക്ക്. ആ കളിവഞ്ചി നിൻ്റേതാണെന്ന് എന്താ തെളിവ്? ഇത് ഞങ്ങളിവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. അവനെ ആട്ടി ഓടിക്കാൻ നോക്കി. അവൻ പറഞ്ഞു, എനിക്കെൻ്റെ കളിവഞ്ചി വേണം. അവൻ അവിടെ നിന്ന് കരഞ്ഞു. അവർ പറഞ്ഞു, തരാം, ഇത്ര രൂപ തന്നാൽ, ഒരു വലിയ തുക അവർ പറഞ്ഞു. കടക്കാരൻ പറഞ്ഞു. അവൻ വീട്ടിലേക്ക് പോയി. അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതും അവൻ അടുത്ത ദിവസങ്ങളിൽ ഓടി നടന്ന് ശേഖരിച്ചതുമായ ആ തുക, ഒരു വലിയ തുകയുമായി വന്ന് വീണ്ടും അവൻ ആ കളിവഞ്ചി വാങ്ങി. ആ കളിവഞ്ചി വാങ്ങുമ്പോൾ അവൻ മുടക്കിയ വില ഒന്നും അവനൊരു വിലയായി തോന്നിയില്ല. ആ കളിവഞ്ചിക്ക് അവർ പറയുന്ന ഏതു വിലയും അവൻ കൊടുക്കുമായിരുന്നു. ആ വലിയ തുക കൊടുത്ത് അവൻ്റെ കളിവഞ്ചിയുമായി ആനന്ദത്തോടെ മടങ്ങിപ്പോയ ചരിത്രം ആ ദൈവദാസൻ പറഞ്ഞു. ഇത് തന്നെയല്ലേ നമ്മുടെ ചരിത്രം? ദൈവം തൻ്റെ കരം കൊണ്ട് മൂക്ക്, ചെവി, ഓരോ ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വിരലുകൾ ഓടിയ ഒരു ശരീരമാണ് നമുക്കുള്ളത്. ദൈവം കുനിഞ്ഞ് തൻ്റെ വിരലുകൾ കൊണ്ട് ഒരു കുശവൻ കളിമണ്ണിൽ തലോടുന്നത് പോലെ തലോടിയ ഒരു ശരീരമാണ് നമ്മുടേതെന്ന് മറക്കരുത്. അതുകൊണ്ട് നമ്മെ കാണുമ്പോൾ കർത്താവിനെ നമ്മെ മറക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും കർത്താവിൻ്റെ ഒരു സ്പർശനമുണ്ട്. അവൻ്റെ വിരലുകൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും നിർമ്മിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ വിരലുകൾ ഓടിയ ഒരു രൂപമാണ് നാം. അതേ കാരണത്താൽ
ബാക്കിയുള്ള എല്ലാറ്റിനെയും പർവ്വജാതി പറക്കട്ടെ, മൃഗജാതികൾ ഉണ്ടാകട്ടെ, വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ, നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ, ഒരു നക്ഷത്രത്തിൽ പോലും ദൈവം തൻ്റെ വിരലുകൾ ഓടിച്ചില്ല. വിരലുകൾ ഓടിക്കുന്നത് ഒരപ്പൻ ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളുടെ ദേഹത്തുകൂടി വിരലുകൾ ഓടിക്കും. എൻ്റേതാണ്, എൻ്റെ സ്വന്തമാണ്. നമ്മൾ ആ മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് ഓടിച്ചു. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദമായിരുന്നു മനുഷ്യൻ. ദൈവത്തിൻ്റെ വിരലിൻ്റെ സ്പർശനമേൽക്കാത്ത ഒരു ഭാഗം പോലും നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ളത് എത്ര ഭയങ്കരമാണ്. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നാം ദൈവത്തിന് അത്രത്തോളം വിലപ്പെട്ടവരാണ്. പരീശന്മാരൊരിക്കൽ യേശുവിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിച്ചു, കൈസർക്ക് കരം കൊടുക്കണോ? നീ നല്ല ജ്ഞാനമുള്ള ഗുരുവാണെന്നറിയാം, നിന്റെ അഭിപ്രായത്തിൽ ഈ കൈസർക്ക് കാശ് വല്ലതും കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരു ഉഴപ്പി യേശുവിനെ കുരുക്കാൻ വേണ്ടി ചോദിച്ചതാണ്. യേശു അവരുടെ കപടതയെ മനസ്സിലാക്കിയെന്ന് അവിടെ എഴുതിയത്. നിങ്ങൾ എന്നെ എന്തിനാ പരീക്ഷിക്കുന്നതെന്ന് ഒരു അടിയും അടിച്ചു കർത്താവ്. അവരിങ്ങനെ ചമ്മി നിൽക്കുമ്പോൾ പറഞ്ഞു, ഒരു നാണയം നിങ്ങൾ കാണിക്കാൻ പറഞ്ഞു. നാണയം കാണിച്ചു. അതിനകത്തുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കൈസറുടേത്. അതിനകത്തുള്ള മുദ്ര കൈസറുടേതാണ്. യേശു പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. എല്ലാവരും മൗനമായി. ആർക്കവനെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അവൻ്റെ ആ വാക്കിൽ എല്ലാവരും ചലിച്ചുപോയി. കാരണം ആ നാണയം കൈസറുടേതാണ്. എന്നാൽ ഈ നാണയം പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ആ ഉയർത്തി കാണിച്ച താങ്കൾ കൈസറുടേതല്ല, താങ്കൾ ദൈവത്തിൻ്റെതാണ്. താങ്കളുടെ കയ്യിൽ കൈസറുടെ പണമുണ്ട്, അത് കൈസർക്കുള്ളതാണ്. എന്നാൽ താങ്കൾ കൈസറുടേതല്ല, താങ്കൾ ദൈവത്തിനുള്ളതാണ്. ഇന്ന് കൈസർ എവിടെ? അന്ന് കൈസർ ഞങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞവർ കൈസറെ അഭയം ചൊല്ലിയ പലരും ഇന്ന് കൈസറെ അഭയം ചൊല്ലുമോ? പല വീട്ടിലും പട്ടിയുടെ പേരാണ് കൈസർ. ഞങ്ങളൊക്കെ ചെറുതായിരിക്കുമ്പോൾ മിക്കവാറും വീട്ടുകളിലെ പട്ടിയുടെ പേരാണ് കൈസർ. എന്താണ്? സുവിശേഷത്തിനെതിരെ നിന്ന പലരും, സുവിശേഷത്തെ ഇല്ലാതെയാക്കാൻ നോക്കിയ പലരുടെയും പേരുകൾ പിൽക്കാലത്ത് പട്ടിക്കിട്ടു. എന്നാൽ സുവിശേഷം ഇന്നും ദൈവത്തിന് മക്കളെ ജനിപ്പിക്കുന്നു. സുവിശേഷം ഇന്നും നഷ്ടപ്പെട്ടവരെ ദൈവത്തിലേക്ക് വീണ്ടും തിരിപ്പിക്കുന്നു. സുവിശേഷം ഇന്നും ദൈവത്തിൻ്റെ വിരലുകൾ ഓടിയ മനുഷ്യനെ തേടി അലയുന്നു. വിശ്വസിക്കുന്നവരെ സുവിശേഷം കയറി പിടിക്കുന്നു. വിശ്വസിക്കുന്നവരെ സുവിശേഷം രൂപാന്തരപ്പെടുത്തുന്നു. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സത്യം അറിയണം, നിങ്ങളുടെ ശരീരത്തിൽ ഏതെല്ലാം ഭാഗത്ത് രോഗങ്ങളുണ്ടോ പേടിക്കണ്ട. ഒരിക്കൽ കർത്താവിൻ്റെ വിരലോടിയ ഭാഗമാണ്. അവിടെ സൗഖ്യത്തിൻ്റെ ഒരു സാധ്യത കിടപ്പുണ്ട്. ഒരിക്കൽ വിരൽ കൊണ്ടുണ്ടാക്കിയ ആ അവയവത്തെ ഒരിക്കൽ കൂടി ഒന്ന് തൊടുവാൻ, സൗഖ്യമാക്കാൻ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഉള്ള സൗഖ്യം നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ളൊരു സത്യം അറിയണമെന്ന് ഏതെങ്കിലും ഭാഗത്ത്, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ രോഗം അനുഭവിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ ഭാഗത്ത് സൗഖ്യത്തിൻ്റെ വിരലുകൾ ചലിക്കട്ടെ. ദൈവത്തിൻ്റെ വിരലിൻ്റെ സ്പർശനം നിങ്ങൾ അനുഭവിക്കുക. അതെ, നാം ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. ദൈവത്തിന് പറയാനുള്ളത്, നീ എന്നെ പോലെ തന്നെയാണ്, എൻ്റെ മോളാണ്, എൻ്റെ മോനാണ്. എനിക്ക് നഷ്ടപ്പെട്ട കളിവഞ്ചി എന്ന കഥ പോലെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയ ഒരു മനോഹരമായ ദൈവത്തിൻ്റെ കരവിരുതാണ്. ദൈവത്തിൻ്റെ ഓമനയായിരുന്നു. ആ ഓമനയായ നാം
ഈ ലോകമാകുന്ന വെള്ളപ്പാച്ചിലിൽ ദൈവത്തിൽ നിന്ന് വളരെ ദൂരെ മുടിയൻ പുത്രനെ പോലെ ഒഴുകിപ്പോയി. എന്നാൽ സമയമായപ്പോൾ സുബോധം പൂണ്ട് വീണ്ടും അപ്പൻ്റെ വീട്ടിലേക്ക്, സ്വന്തം പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാനുള്ളൊരു കൃപ ദൈവം നമ്മുടെ ഉള്ളിൽ ഉദിപ്പിച്ചതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൈസൂരിൽ ബേർഡ് സെഞ്ചുറി എന്ന ഒരു പക്ഷികൾ വന്ന് ചേക്കേറുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ആ ബേർഡ് സെഞ്ചുറി ലേക്ക് ടിപ്പു സുൽത്താൻ്റെ കോട്ടയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഞാനവിടെ പലവട്ടം പോയിട്ടുണ്ട്. ഈ ബേർഡ് സെഞ്ചുറിയിലെ പ്രത്യേകത, ആ തടാകത്തിൽ നമുക്ക് തോണിയിൽ നമുക്ക് തന്നെ നമ്മളെ കയറ്റിയിട്ട് അവർ തുഴഞ്ഞു പോകും. മോട്ടോർ എഞ്ചിനുള്ള തോണികൾ ഉപയോഗിക്കില്ല. കാരണം ഈ ശബ്ദം കേട്ട് പക്ഷികൾ പറക്കും. പല രാജ്യത്തു നിന്ന് വരുന്ന മനുഷ്യനേക്കാൾ ഉയരമുള്ള സ്നേക്ക് ബേർഡ് ഉൾപ്പെടെ മനോഹരമായ പക്ഷികൾ അവിടെയുണ്ട്. ഒരിക്കൽ അതിൽ പോയപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ ആൾ പറഞ്ഞു, ആ കാണുന്ന പക്ഷി ഇവിടെ വന്ന് മുട്ടയിട്ട് ആ പക്ഷി പറന്നു പോകും. അതേതോ രാജ്യത്തുനിന്ന് വന്ന പക്ഷിയാണ്. ആ പക്ഷി പോകും. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെ വിരിഞ്ഞ് ഇവിടുത്തെ കൊച്ചു മീനുകളെ തിന്ന് വളർന്ന് വലിയ മീനുകളെ തിന്ന് പറന്ന് നല്ല പറക്കാറാകുമ്പോൾ ഇവർ പറന്ന് ഇവരേത് രാജ്യത്തെയാണോ ആ രാജ്യത്ത് ചെല്ലും. എന്നിട്ട് ഇവരുടെ സ്വന്തം അപ്പനെയും അമ്മയെയും കണ്ടുപിടിച്ചിട്ട് അവരുടെ കൂടെ ജീവിക്കും. ഈ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന ചില പ്രതിഭാസങ്ങൾ എന്തിനെ കാണിക്കുന്നു? മാൻ നീർത്തോടിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, നിന്നോട് ചേരാൻ ഞാൻ കാംക്ഷിക്കുന്നു. നമ്മുടെ ഉള്ളിൽ മുഴുവനും ദൈവത്തിലേക്ക് ചെല്ലാനുള്ള ഒരു ഭാരമുണ്ട്. പന്നിക്കൂട്ടിൽ വെച്ച് മുടിയൻ പുത്രന് സുബോധം വന്നതുപോലെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ അപ്പൻ്റെ അടുക്കിലേക്ക് വരാനുള്ള ഒരാവേശമുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നമുക്ക് വന്ന രോഗം, കടം, കഷ്ടപ്പാടുകളൊക്കെ എന്തെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് പോയി രക്ഷപ്പെടാമെന്ന് പറഞ്ഞു വന്നപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഈ വരവ് നമ്മൾ ദൈവമക്കളാകാനാണെന്ന്. ഇന്ന് നമുക്കറിയാം, ജീവിതത്തിൽ സ്വസ്ഥത കിട്ടാനും കുടുംബം രക്ഷപ്പെടാനും വേണ്ടി ഒരു കൈ നോക്കാൻ ഇറങ്ങി തിരിച്ചവരാണ്. എന്നാൽ ദൈവമക്കളെന്ന നമുക്ക് ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത പദവിയിലേക്ക് നമ്മൾ വന്നു. രക്ഷിക്കപ്പെട്ട പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ രക്ഷിക്കപ്പെട്ടു, ഞാൻ വലിയ കടക്കണിയിലായിരുന്നപ്പോഴാണ് സഭയിൽ വന്നത്, രക്ഷിക്കപ്പെട്ടു. രക്ഷയുടെ സന്തോഷം ഭയങ്കരമാണ്. കടം പഴയതുപോലെ തന്നെയുണ്ട്. കടം ഇപ്പോൾ കൂടി, ഇപ്പോൾ ജപ്തിയും കൂടിയായി. ഒരു പേടിയില്ല. കാരണം രക്ഷയുടെ സന്തോഷം. മരിച്ച പേടിയില്ല. ഈ കടങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കാൻ കഴിയുന്ന ദൈവമാണെന്നുള്ള അതിശക്തമായ വിശ്വാസം, എൻ്റെ അപ്പൻ രാജാതി രാജാവാണെന്നുള്ള വലിയ ധൈര്യം, ഇതാണ് ഞങ്ങളെ ബലപ്പെടുത്തുന്നത്. ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ഇങ്ങനെ നമ്മുടെ കൂടെയുള്ളവരെ ഇന്ന് കേൾക്കാം. വന്നതൊരു വിടുതലിനാണ്, ലഭിച്ചത് മകൾ, മകൻ എന്ന ഒരു പദവിയാണ്. ഇതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇത് ലഭിച്ചവർക്കായി സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ കടം മാറിയാൽ വീണ്ടും കടം വരും, രോഗം മാറിയാൽ വീണ്ടും രോഗം വരും, പ്രശ്നങ്ങൾ മാറിയാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നാൽ ദൈവമക്കളെന്നൊരു പദവി, അതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദവി. അത് ലഭിച്ചവർക്ക് എല്ലാ ഭാരങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തിയും അവകാശി എന്നൊരു ബോധവും ആ വ്യക്തിയിലുണ്ടാകും. മക്കളെങ്കിൽ നാം ആരാ? അവകാശികളും ദൈവത്തിൻ്റെ പുത്രൻ്റെ കൂട്ടവകാശികളുമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനുള്ളതെല്ലാം നമുക്കുള്ളതാണ്. അതുകൊണ്ട് ധൈര്യപ്പെടുക, കർത്താവിൽ ബലപ്പെടുക. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ തിരുവെഴുത്തുകളെ കേട്ട, വചനങ്ങളെ കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ ആ കളിവഞ്ചിയുടെ ചരിത്രം പോലെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. എല്ലാവരുടെ മേലും വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. അവരുടെ ജീവിതം മാറി മറിയട്ടെ. യേശുവിൻ്റെ കൃപ കൊണ്ട് അവർ നിറയട്ടെ. നഷ്ടപ്പെട്ടു പോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഈ മക്കൾ കർത്താവിലേക്ക് വീണ്ടും കടന്നു വരട്ടെ.
കർത്താവിൻ്റെ സ്നേഹവും വാത്സല്യവും കൃപയും സൗഖ്യങ്ങളും വിടുതലുകളും ഈ മക്കൾ പ്രാപിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. വിശ്വസിക്കുക. ഭൂമിയിൽ വെച്ച് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ പദവിയാണ് ദൈവമക്കൾ എന്ന പദവി. നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒരഭിമാനം തോന്നണം. ആമേൻ.